മാംഗല്യം. വന്ന് കിടക്കാൻ നോക്ക് ജാൻവി. എന്ത് കൂത്ത് കാണാനായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? ജഗൻ ശബ്ദമുയർത്തിയെങ്കിലും ജാൻവി അവനെ മൈൻഡ് ചെയ്യാനേ പോയില്ല. ഡി, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, അകത്തേക്ക് വന്ന് കിടക്കാൻ. മലയാളത്തിൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ജാൻവി തന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്ന് കണ്ടതും ജഗൻ വീണ്ടും പറഞ്ഞു. അതിനുശേഷം ഒന്നും പറയാതെ ജാൻവി ആ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. ജാൻവി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എഴുന്നേറ്റ് വാടി വേഗം. ജഗൻ എന്നോട് മിണ്ടണ്ട. പിന്നെ നിന്നോട് ആരാടി മിണ്ടേണ്ടത്? ഞാൻ ഇവിടെ ഇരുന്നെന്ന് കരുതി ജഗൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ജഗൻ പോയി കിടന്നോളൂ. എനിക്കിനി ജഗനോടൊപ്പം കിടക്കാൻ പോലും താല്പര്യമില്ല. എന്നെ വിശ്വാസമില്ലാത്ത ആളുടെ കൂടെ ഞാൻ ഇനി കിടക്ക പങ്കിടുന്നില്ല. മുഖം വീർപ്പിച്ചു പിടിച്ച് കൊച്ചുകുട്ടികളെപ്പോലെ പരാതി പറയുകയാണവൾ. അത് കണ്ടതും അവന് ചിരി പൊട്ടി. ഒരു നിമിഷം കൊണ്ട് തന്റെ പെണ്ണിനെക്കുറിച്ച് എന്തൊക്കെയാണ് കരുതി കൂട്ടിയത്. തന്റെ മനസ്സ് നിറയെ ഇവളാണ്, ഇവൾ മാത്രം. ഇവൾക്ക് വേണ്ടിയാണ് കോവിലകത്തു നിന്നും എല്ലാവരോടും വഴക്കുണ്ടാക്കി ഇറങ്ങി പോന്നത് പോലും. തന്റെ പെണ്ണിന് അവിടെ കഴിഞ്ഞാല് മനസ്സമാധാനം കിട്ടില്ലെന്ന് തോന്നിപ്പോയതുകൊണ്ടാണ് ഇന്ന് ഈ ഫ്ളാറ്റിൽ തങ്ങൾ രണ്ടാളും ഇങ്ങനെ താമസിക്കുന്നത്. തന്റെ ജീവനാണിവൾ. അതുകൊണ്ടല്ലേ ഇവൾ ഇനി തന്നെ വിട്ടുപോകുമോ എന്ന് അത്രമാത്രം ഭയന്നത്. ജാൻവി, കൊഞ്ചിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല. മര്യാദയ്ക്ക് ഒന്ന് കിടക്കാൻ നോക്ക് നീ. ജഗൻ പിന്നെയും പറഞ്ഞു. വേണ്ട, ഞാൻ വരുന്നില്ല. എനിക്കിനി ജഗന്റെ കൂടെ കഴിയുകയും വേണ്ട. നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറും. അതിനൊരു മാറ്റവുമില്ല. ബീറോടെ പറയുകയാണ് പെണ്ണൊരുത്തി. തന്റെ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ജഗൻ ജാൻവിയെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ അവനെ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ തിരിച്ചവനെയും വീക്ഷിച്ചിരിപ്പാണ്. ജാൻവിയുടെ അടുത്തേക്ക് വന്ന് ഇത്തിരിയൊന്ന് കുനിഞ്ഞ് ജഗൻ അവളെ തന്റെ കൈകളിലേക്ക് കോരിയെടുത്തു. ജാൻവിക്ക് മറുത്തൊരക്ഷരം പോലും അവനോട് പറയാനായില്ല. അപ്പോഴേക്കും ജഗൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു. നീ എന്താടി കരുതിയത്? നീ പറയുന്നതെല്ലാം കേട്ട് തല കുലുക്കിക്കൊണ്ട് ഈ ബെഡിൽ വന്ന് ഞാൻ ഒറ്റയ്ക്കങ്ങ് കിടക്കുന്നോ? എടി, നിന്റെ കഴുത്തിലോട്ട് ഈ താലി കെട്ടിത്തന്നത് എന്തിനാണെന്നറിയാമോ? ജീവിതകാലം മുഴുവനും നിന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ടാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേന്ന് കരുതി മാത്രാ ഇപ്പോഴും നീ എന്റെ കൂടി ഇങ്ങനെ തുടരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ ജഗൻ ആരാണെന്ന് നിന്നെ അറിയിച്ചു തന്നേനെ. കേട്ടോടി? അവന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതും പാവൻ ജാനിപ്പെണ്ണിനെ വിറച്ചു പോയിരുന്നു. അതവന് മനസ്സിലാവുകയും ചെയ്തു. ബെഡിലേക്ക് കൊണ്ടുവന്ന് ജാൻവിയെ മെല്ലെ അവൻ ചായച്ചു കിടത്തി. അടങ്ങിക്കിടന്നോണം. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അതിനുശേഷം ബാൽക്കണിയുടെ ഭാഗത്തെ ഡോർ പോയി ലോക്ക് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ജഗൻ വന്നിട്ട് ജാനിയുടെ അരികിലേക്ക് കയറിക്കിടന്നു. തന്റെ അരികിലായി ചുവരിന് അഭിമുഖമായി ചെരിഞ്ഞു കിടക്കുന്ന അവളെ ജഗൻ ഒന്ന് മുഖം തിരിച്ചു നോക്കി. അവനും ഒരു വശം ചെരിഞ്ഞു വന്നിട്ട് അവളോട് ചേർന്ന് കിടന്നു. തന്റെ ഇടങ്കൈ കൊണ്ട് അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. പെണ്ണിന്റെ ഭാഗത്തു നിന്നും യാതൊരു അനക്കവുമില്ല. ആള് നല്ല പിണക്കത്തിലാണെന്ന് ജഗന് ബോധ്യമായി. ജാനി, കാതോരും അവൻ മെല്ലെ വിളിച്ചു. ഇങ്ങനെ പിണങ്ങാനും മാത്രം പ്രശ്നം ഉണ്ടായോ ജാനി? ജഗൻ ചോദിച്ചതും അവൾ തിരിഞ്ഞു വന്നിട്ട് അവനെ കത്തുന്നയൊരു നോട്ടം നോക്കി. ഇല്ലേ, ഒരു പ്രശ്നവും ഉണ്ടായില്ലേ? വായിൽ വന്നത് മൊത്തം വിളിച്ചു പറഞ്ഞിട്ട് പുന്നാരിക്കാൻ വന്നിരിക്കുന്നു. ജഗൻ എന്നോട് സാവകാശം സമാധാനപരമായിട്ട് ഇതൊക്കെ ചോദിക്കായിരുന്നല്ലോ. അതിനു പകരം എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്? ഞാനൊരു പാവമായി പോയതുകൊണ്ടാണ് ഇതെല്ലാം കേട്ടിട്ടും ഇന്നിങ്ങനെ നിങ്ങളുടെ കൂടെ കിടക്കുന്നത്. ഓഹോ, ഒരു പാവം വന്നിരിക്കുന്നു. നീയാണോടി പാവം? നീ എന്റെ ചട്ടമ്പിയാടി. ജഗൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, കൂടുതൽ സോപ്പിടുവൊന്നും വേണ്ട. കുറച്ചു മുന്നേ നിങ്ങളുടെ തനിക്കൊണ്ട ഞാൻ കണ്ടതാണ്. എടി, ഞാനൊരു പോലീസുകാരനടി. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് തേൻ ഒഴുകുമട്ടിൽ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് മൃദുവായി പറയുവാനൊന്നും എനിക്കറിയില്ല. വേണ്ട, ഒന്നും പറയണ്ട. കാര്യം തീർന്നല്ലോ. അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ജാൻവി ചെരിഞ്ഞു കിടന്നു. അപ്പോഴേക്കും അവൻ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. ജഗൻ, ഇതെന്തായി കാണിക്കുന്നത്? അവൾ ആവുന്നത്ര അകന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും ജഗൻ അതിന് സമ്മതിച്ചില്ല. അടങ്ങിക്കിടക്കടി. നീ എങ്ങോട്ടായി പായാ നോക്കുന്നേ? ജഗൻ, ഒന്ന് മാറിക്കേ. ഇല്ല, തൽക്കാലം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ തന്നെയാ കിടക്കുന്നത്. ജാനിയാണെങ്കിൽ അവന്റെ നെഞ്ചിൽ നിന്നും ഊർന്നിറങ്ങുവാൻ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവന്റെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ പെണ്ണവൾ പതിഞ്ഞു കിടന്നു.
ഇനി രക്ഷയില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ വാശി പിടിക്കാതെ കിടക്കുകയും ചെയ്തു. ഏയ് ജാൻ! ജഗന്റെ ശബ്ദം അവളുടെ നെറുകയിൽ തട്ടി. ഐ ലവ് യു ജാൻ. അവൻ പറഞ്ഞതും വിശ്വാസം വരാത്ത പോലെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഒരു പുരികം ഉയർത്തിക്കൊണ്ട് അവനും അവളോട് എന്താണെന്ന് തിരിച്ചു ചോദിച്ചു. ഒന്നുമില്ലെന്ന് ജാനി ചുമൽ ചലിപ്പിച്ചു. കിടന്നുറങ്ങാൻ നോക്ക്, നേരെ ഒരുപാടായി. ജഗൻ പറഞ്ഞതും അവൾ അതേപോലെ തന്നെ മുഖം താഴ്ത്തി അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുകയും ചെയ്തു. തന്റെ ജാനിക്കുട്ടി പാവമാണ്, വെറും പാവം. ജഗനത് വ്യക്തമായിട്ട് അറിയാം. ഒരു വേള കൊണ്ട് 1000 ചിന്തകളാണ് തന്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് പോലും തന്റെ പെണ്ണിനോട് അങ്ങനെ ദേഷ്യത്തിൽ പെരുമാറിയതിനൊക്കെ ജഗന് സ്വയം നിന്ദ തോന്നിപ്പോയി. എല്ലാത്തിന്റെ ഉത്തരമായിട്ട് ഒരു വാചകമാണ് അവന്റെ മനസ്സവനോട് പറഞ്ഞത്. ജാനിയെ ജഗൻ അത്രമാത്രം പ്രണയിക്കുന്നുവെന്ന്. പലവിധ ചിന്തകളിലൂടെ ഉഴറി നടന്ന് രണ്ടാളും വന്ന് ഒരുപാട് താമസിച്ചാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഉണരാനും അത്യാവശ്യം നന്നായിട്ട് വൈകി. ജഗനായിരുന്നു ആദ്യം എണീറ്റത്. തന്റെ കൈത്തണ്ടയിൽ മുഖം ചേർത്ത് കിടന്നുറങ്ങുന്ന ജാനിയെ അവൻ ഒന്നു നോക്കി. ജനാലയിലൂടെ ഇളംവെയിൽ അടിച്ചു വരുന്നുണ്ട്. അത് കണ്ടാണ് അവൻ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയത്. സമയം 8 മണിയാവുന്നു. ഓ ഗോഡ്! ജഗൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ജാനി! അവൻ അവളെ കുലുക്കി വിളിച്ചു. ഒറ്റ വിളിക്ക് തന്നെ അവളും കണ്ണു തുറന്നു. ജാനി, ഇറ്റ്സ് ടു ലേറ്റ്. താൻ വേഗം റെഡിയാവ് പറഞ്ഞുകൊണ്ടവൻ വേഗം വാഷ്റൂമിലേക്ക് ഓടി. ജാനിയും അപ്പോഴാണ് സമയം ഇത്രയായല്ലോ എന്ന് ശ്രദ്ധിച്ചത്. അവളും വേഗം തന്നെ എണീറ്റ് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ മടക്കി കിടക്കയൊക്കെ വൃത്തിയാക്കി ഇട്ടു. ശേഷം തന്റെ ടെസ്റ്റുകളൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചു. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതും കൂടി വേഗം കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴേക്കും ജഗൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ജാനി, പെട്ടെന്ന് പോയി റെഡിയാവ്. എനിക്കിന്ന് ഇത്തിരി നേരത്തെ ഓഫീസിൽ എത്തേണ്ടതാണ്. ജഗൻ പോയിക്കോളൂ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ഊബർ വിളിച്ചു പോയിക്കോളാം. അതിന്റെ ആവശ്യമില്ല ജാനി. എന്തായാലും നേരെ ഉത്തരായില്ലേ, ഒരുമിച്ച് പോകാം. അവൾ തലകുലുക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. ജഗൻ അടുക്കളയിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു കോഫിയൊക്കെ തയ്യാറാക്കി. ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്തു. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. കുറച്ച് ന്യൂട്രലയും കൂടി എടുത്തു. ജാനിക്ക് ചപ്പാത്തിയും ന്യൂട്രലയുമാണ് അവൻ ലഞ്ചിന് വേണ്ടി എടുത്തു വെച്ചത്. ജാനി കുളിച്ചിറങ്ങി വന്നപ്പോഴേക്കും ജഗൻ അവൾക്ക് കഴിക്കുവാനുള്ളതൊക്കെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ജഗൻ പോയി റെഡിയായിക്കോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്ത്? അല്ല, ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കിക്കോളാം. ആ, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ചപ്പാത്തിയും ന്യൂട്രലയും വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. വൈകിട്ട് ഞാൻ വന്ന ശേഷം നമുക്ക് പുറത്തുപോയി ഡിന്നർ കഴിക്കാം. ജഗൻ പറഞ്ഞതും അവൾ മറുപടിയൊന്നും പറയാതെ നിൽക്കുവാണ്. എന്താടി, എന്തു പറ്റി? അവൾ മൗനം പൂണ്ടി നിൽക്കുന്നത് കണ്ടതും ജഗൻ വീണ്ടും ചോദിച്ചു. ഞാൻ ഇനി മുതൽ ഹോസ്റ്റലിൽ നിന്നോളാം ജഗൻ. ഹോസ്റ്റലിലാണോടി നിന്റെ കെട്ടിയോൻ താമസിക്കുന്നത്? ജഗൻ ഉച്ചത്തിൽ ചോദിച്ചതും ജാനി ഒന്നും മിണ്ടാതെ നിന്നു. ഇതെടുത്ത് കഴിക്ക്, എന്നിട്ട് ആ കോഫിയും കുടിക്ക്. കണ്ണുരുട്ടിക്കൊണ്ടവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജഗൻ കഴിക്കുന്നില്ലേ? ജാനി ചോദിച്ചതും ഇപ്പൊ വരാമെന്നവൻ പറഞ്ഞു. കഴിക്കാനുള്ളതൊക്കെ ജാനി വേഗം തന്നെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നു വെച്ചു. പെട്ടെന്ന് ജഗൻ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി വരികയും ചെയ്തു. രണ്ടാണ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് 8:40 ഫ്ലാറ്റിൽ നിന്നിറങ്ങി. അപ്പോഴാണ് മിഥുവിന്റെ കോൾ ജാനിയുടെ ഫോണിൽ വന്നത്. ഹലോ മിഥു. ജാനി ഫോണെടുത്ത് കാതോരം ചേർത്തു. എടി, നിന്നെ ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചു, നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്? മിഥു ചോദിച്ചപ്പോഴാണ് ജാനി കോൾ ലിസ്റ്റിലേക്ക് നോക്കിയത്. മിഥുവിന്റെ 6-7 മിസ്ഡ് കോൾസ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയിരുന്നു. ഞാൻ പിന്നെ ഏട്ടനെ വിളിച്ചടി. ഏട്ടൻ പറഞ്ഞു നീ കുളിക്കുവാണെന്ന്. ജാനി, ഇന്നലെ ലേറ്റായിട്ട് ചെന്നിട്ട് ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല. ഓ ഭാഗ്യം, ഞാൻ പേടിച്ചു പോയി പെണ്ണെ. ഇപ്പോഴാ സമാധാനായത്. എടി, ഞാൻ വിളിക്കാം, നീ വെച്ചോ. ശരി ജാനി. മിഥു കോൾ കട്ട് ചെയ്തതും ജാനി ഫോൺ ബാഗിലേക്ക് തിരികെ വെച്ചു. നിന്റെ ഫ്രണ്ട് അഭി സ്നേഹിക്കുന്നത് മിഥുവിനെയാണോ? പെട്ടെന്ന് ജഗൻ ചോദിച്ചതും ജാനി അടിമുടി വിറച്ചുപോയി. എന്തു പറയണമെന്നറിയാതെ ശ്വാസം വിലങ്ങിയിരിക്കുകയാണവൾ. ജാൻവി! വീണ്ടും ജഗന്റെ ശബ്ദം. എന്താ എന്താ ചോദിച്ചത്? നീ ഇന്നലെ പറഞ്ഞില്ലേ അഭി ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്?
അത് മിഥുവാണോ? അല്ല, വേറെ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ടാണ് അവൻ ഇഷ്ടത്തിലായിരിക്കുന്നത്. മിഥു അല്ല. അങ്ങനെ പറയാനാണ് ജാൻവിക്കപ്പോൾ തോന്നിയത്. ഇപ്പോഴിവരുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് അവൾക്കറിയില്ല. എന്തായാലും ജഗൻ വയലന്റ് ആകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ജാൻവി ആ നിമിഷം അവനോട് ഇക്കാര്യം ഒളിപ്പിച്ചു വെച്ചത്. തന്നെയല്ല, മിഥുവിനവൾ പ്രോമിസ് ചെയ്തതാണ് തങ്ങൾ രണ്ടാളും അല്ലാണ്ട് മറ്റാരും ഒരിക്കലും ഇതറിയില്ലെന്നുള്ളത്. ജാൻവി പതിയെ ഒന്ന് ജഗന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗൗരവത്തിലിരുന്ന് വണ്ടി ഓടിച്ചു പോവുകയാണവൻ. വൈകുന്നേരം ജഗൻ വരുമോ? അതോ ഞാൻ നേരെ ഫ്ലാറ്റിലേക്ക് പോയാൽ മതിയോ? താൻ ഫോൺ എടുത്തിട്ടില്ലേ? ഓവ്. ശരി, ഞാൻ വിളിക്കാം. അവൻ പറഞ്ഞതും ജാനി തലകുലുക്കി. കോളേജിന്റെ മുന്നിലായി ജഗൻ തന്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അവനോട് യാത്ര പറഞ്ഞ് ജാനി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അവളെ കാത്ത് പതിവ് പോലെ മിഥുവും അഭിയും ഉണ്ടായിരുന്നു. രണ്ടാളുടെയും അടുത്തേക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ ജാനി നടന്നു വന്നു. തുടരും. ചെറിയ പാർട്ടാണ്, കുറച്ച് ബിസിയായിപ്പോയി. നാളെ സെറ്റാക്കാം കേട്ടോ. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്കും. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.